മാനത്തവള്ളിത്തേരെ നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത് എന്നീ ചിത്രങ്ങൾ കോടികളായിരുന്നു നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും നിർമ്മാണ പങ്കാളി ഫാസിലിനും നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് അടുത്ത ചിത്രത്തിൽ പുതുമുഖങ്ങൾ മതിയെന്ന് അപ്പച്ചനും ഫാസിലും നേരത്തെ തീരുമാനിച്ചിരുന്നു. നായിക ശാലിനിയായിരുന്നു അനിയത്തിപ്രാവിലേക്ക് കരാറായ ആദ്യത്തെ ആർട്ടിസ്റ്റ്. നായകന് വേണ്ടി സംവിധായകൻ ഒരുപാട് തിരഞ്ഞു. 1-2 പയ്യന്മാരെ നിശ്ചയിച്ച ശേഷം അഭിനയം വശമില്ലാത്തതിന്റെ പേരിൽ ഒഴിവാക്കി. നായകൻ റെഡിയാവാത്തത് ഫാസിലിന് വലിയ തലവേദനയായി. ആദ്യകാലം മുതലേ ഫാസിൽ ഭാര്യ റോസിനയോട് എല്ലാ ചിത്രത്തിന്റെയും കഥകൾ പറയാറുണ്ട്. ഒരു ദിവസം റോസിന പറഞ്ഞു, നായകനാക്കാൻ പറ്റിയ ഒരാളുണ്ട്, നമ്മുടെ ചാക്കോച്ചൻ. ഫാസിലിന്റെ വീടിന്റെ പാലുകാച്ചലിനെടുത്ത ഫോട്ടോ റോസി ഫാസിലിനെ കാണിച്ചു. കൊള്ളാമെന്ന് പറഞ്ഞു. ഫാസിൽ ഉടനെ ഫോൺ എടുത്ത് കുഞ്ചാക്കോയെ വിളിച്ചു. ചാക്കോച്ചൻ തന്നെയാണ് ഫോൺ എടുത്തത്. ഫാസിൽ മുഖവര കൂടാതെ ചോദിച്ചു, എന്റെ പുതിയ പടത്തിൽ നായകനായി അഭിനയിക്കാമോ? അഭിനയിക്കാം എന്ന് ചാക്കോച്ചന്റെ മറുപടി. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചാക്കോച്ചന് ട്രെയിനിങ് കൊടുത്തിരുന്നു. 80കളിലെ റഹ്മാൻ യുഗത്തിന് ശേഷം ക്യാമ്പസുകളിലെ ഹൃദയം കവർന്ന ചോക്ലേറ്റ് നായകന്റെ ഉദയത്തിനായിരുന്നു അനിയത്തിപ്രാവ് സാക്ഷ്യം വഹിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.